ഞാൻ ഡോക്ടർ ശ്യാംലാൽ, സീനിയർ കൺസൾട്ടൻറ്റ് ന്യൂറോളജിസ്റ്റ്, കിംസ് ഹെൽത്ത്, ട്രിവാൻഡ്രം. നമ്മളെല്ലാവരും സ്ട്രോക്ക് അഥവാ പക്ഷാഘാതം എന്നത് എന്താണെന്നതിനെക്കുറിച്ചും അതിൻ്റെ സിംറ്റംസ് എന്താണെന്നതിനെക്കുറിച്ചും കൃത്യമായി അറിഞ്ഞിരിക്കണം. സ്ട്രോക്ക് അഥവാ പക്ഷാഘാതം ഒരു മെഡിക്കൽ എമർജൻസിയാണ്. അക്യൂട്ട് സ്ട്രോക്ക് ഒരു മെഡിക്കൽ എമർജൻസിയാണ്. അപ്പം നമ്മൾ ആ മെഡിക്കൽ എമർജൻസി നമ്മൾക്കോ നമ്മളുടെ കൂടെയുള്ള ആൾക്കാർക്കോ വന്നു കഴിഞ്ഞാൽ ഏതൊക്കെ സിംറ്റംസ് വന്നാലാണ് നമ്മൾ എമർജൻസി ആയിട്ട് ഹോസ്പിറ്റലിൽ പോകേണ്ടത് എന്നുള്ളതിനെക്കുറിച്ച് ക്ലിയർ ആയിട്ട് അറിഞ്ഞിരിക്കണം. അതിനൊരു അക്രോണിം ആണ് ഇൻ്റർനാഷണലി ഉപയോഗിക്കുന്നത്. ബി ഫാസ്റ്റ് അല്ലെങ്കിൽ ഫാസ്റ്റ് എന്നും അത് പറയാറുണ്ട്. നമ്മുടെ വാ ഒരു സൈഡിലേക്ക് കൂടിപ്പോവുക, ശരീരത്തിൻ്റെ ഒരു ഭാഗത്തിൻ്റെ ചലനശേഷി പെട്ടെന്ന് നഷ്ടപ്പെടുക, സംസാരശേഷി നഷ്ടപ്പെടുക, കാഴ്ചശക്തി നഷ്ടപ്പെടുക, ബാലൻസ് ലോസ്, നമ്മളുടെ നടക്കുമ്പോൾ ഉള്ള ആട്ടം, ഇങ്ങനെയുള്ള സിംറ്റംസ് പെട്ടെന്ന് വരികയാണെങ്കിൽ അതൊരു സ്ട്രോക്ക് അഥവാ പക്ഷാഘാതത്തിൻ്റെ ലക്ഷണമാണെന്ന് നമ്മൾ തിരിച്ചറിയുകയും എത്രയും പെട്ടെന്ന് മെഡിക്കൽ എമർജൻസിയിൽ നമ്മൾ കൺസൾട്ട് ചെയ്യേണ്ടതും അത്യാവശ്യമാണ്. എന്ന് വെച്ചാൽ സ്ട്രോക്ക് എന്ന് പറഞ്ഞാൽ അഥവാ പക്ഷാഘാതം എന്ന് പറഞ്ഞാൽ തലച്ചോറിലേക്കുള്ള രക്തപ്രവാഹത്തിനുണ്ടാകുന്ന തടസ്സത്തിൻ്റെ പാർട്ടായിട്ട് ഒരു രോഗിക്കുണ്ടാകുന്ന പ്രയാസമാണ് സ്ട്രോക്ക് അഥവാ പക്ഷാഘാതം. ഈ രക്തപ്രവാഹം വീണ്ടും എത്രയും നേരത്തെ നമ്മൾ പുനഃസ്ഥാപിക്കുന്നുവോ അത്രയും ന്യൂറോൺസ് അല്ലെങ്കിൽ നാഡീകോശങ്ങളെ നമുക്ക് സംരക്ഷിക്കുന്നതിനായിട്ട് സാധിക്കും. അതായത് സ്ട്രോക്ക് അഥവാ പക്ഷാഘാതത്തിൻ്റെ സിംറ്റംസ് കണ്ടാൽ നമ്മൾ പറയുന്നത് ടൈം ഈസ് ബ്രെയിൻ എന്നാണ്. ടൈം ഈസ് ബ്രെയിൻ. ഓരോ മിനിറ്റിലും ലക്ഷക്കണക്കിന് നാഡീകോശങ്ങളാണ് തലച്ചോറിൽ നശിച്ചു പോകുന്നത്. അപ്പം ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ നമ്മുടെ ശരീരത്തിൻ്റെ ഒരു ഭാഗം സ്തംഭിക്കുന്നു. അതാണ് കോമൺ ആയിട്ട് വരുന്ന സിംറ്റം. ഒരാൾക്ക് പെട്ടെന്ന് ശരീരത്തിൻ്റെ ഒരു ഭാഗം സ്തംഭിച്ചു കഴിഞ്ഞാൽ അയാളെ എത്രയും പെട്ടെന്ന് നമ്മൾ ഈ പറയുന്ന വിൻഡോ പീരീഡ് അല്ലെങ്കിൽ ഗോൾഡൻ പീരീഡ് എന്നൊക്കെയാണ് അതിന് പറയുന്നത്. ആ 4.5 മണിക്കൂറിനകത്ത് നമുക്ക് രോഗിയെ സ്ട്രോക്ക് ചികിത്സിക്കുന്നതിന് സൗകര്യമുള്ള സ്ട്രോക്ക് സെൻറ്റേഴ്സ് എന്നാണ് അതിന് പറയുന്നത്. സ്ട്രോക്ക് സെൻറ്റേഴ്സിൽ എത്തിക്കാൻ പറ്റിയാൽ നമ്മൾക്ക് ഇമ്മീഡിയറ്റ് ആയിട്ട് ഒരു സ്കാൻ എടുത്ത് നോക്കുകയും ഏത് രക്തക്കുഴലുകളിലാണ് അടവ് എന്നുള്ളതനുസരിച്ച് നമുക്കതിൻ്റെ ട്രീറ്റ്മെൻറ്റ് സ്റ്റാർട്ട് ചെയ്യാനും പറ്റും. പ്രധാനമായിട്ടും ഈ സ്ട്രോക്കിൻ്റെ ട്രീറ്റ്മെൻറ്റ് ഈ ഒരു 10 വർഷമായിട്ട് വളരെയധികം ചേഞ്ച് ചെയ്തിട്ടുണ്ട്. നമുക്ക് 4.5 മണിക്കൂറിനകത്ത് രോഗിയെ ഹോസ്പിറ്റലിൽ എത്തിക്കുകയാണെങ്കിൽ നമ്മൾക്ക് ഈവൻ സിമ്പിളായിട്ടൊരു IV കാനുല ഇട്ട് അതിനകത്തുകൂടെ രക്തക്കട്ട അല്ലെങ്കിൽ രക്തക്കുഴലിലുള്ള ബ്ലോക്ക് അലിയിച്ച് കളയുന്നതിനുള്ള ഇഞ്ചെക്ഷൻസ് നൽകുന്നതിനായിട്ട് സാധിക്കും. ഇതിനെയാണ് നമ്മൾ IV ത്രോംബോലൈസിസ് എന്ന് പറയുന്നത്. അതേസമയം 6 മണിക്കൂർ അപ് ടു 24 hours 24 മണിക്കൂർ വരെ നമുക്ക് ചില പേഷ്യൻസിന് കത്തീറ്റർ ഉപയോഗിച്ച് നമ്മുടെ തുടയിലൂടെയുള്ള ഇടുക്കിലൂടെയുള്ള ഒരു രക്തക്കുഴലുകളിലൂടെയുള്ള കത്തീറ്റർ പാസ് ചെയ്ത് തലച്ചോറിലുള്ള രക്തക്കട്ട നമുക്ക് റിമൂവ് ചെയ്യുന്നതിനായിട്ട് സാധിക്കും. ഇതിനെയാണ് നമ്മൾ മെക്കാനിക്കൽ ത്രോംബക്ടമി എന്ന് പറയുന്നത്. അപ്പം സ്ട്രോക്കിൻ്റെ ചികിത്സ ഈ ഒരു 10 വർഷത്തിനിടയിൽ വളരെയധികം ചേഞ്ച് ചെയ്തിട്ടുണ്ട്. മുൻകാലങ്ങളിൽ നമുക്ക് സ്ട്രോക്കിന് വന്നു കഴിഞ്ഞാൽ പ്രത്യേകിച്ച് വലിയ ചികിത്സകളൊന്നും ഉണ്ടായിരുന്നില്ല. ചില മെഡിക്കേഷൻസ് കൊടുക്കുക, ഫിസിയോതെറാപ്പി ചെയ്യുക, സപ്പോർട്ടീവ് ട്രീറ്റ്മെൻറ്റ് അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നുള്ളൂ. പക്ഷേ ഇപ്പോൾ അങ്ങനെയല്ല അവസ്ഥ. നമ്മളൊരു ഹാർട്ട് അറ്റാക്കിന് ചികിത്സിക്കുന്നത് എങ്ങനെ അതേ ഇൻറ്റൻസിറ്റിയിൽ തന്നെ നമ്മൾ സ്ട്രോക്കും ചികിത്സിക്കണം. ബിക്കോസ് ലോകത്തെ 2ാമത്തെ മരണകാരണം സ്ട്രോക്ക് അഥവാ പക്ഷാഘാതമാണ്. പിന്നെ സ്ട്രോക്കിനെ കുറിച്ച് പറയുമ്പോൾ സ്ട്രോക്കിൻ്റെ ഇമ്പോർട്ടൻസ് എന്ന് പറഞ്ഞാൽ സ്ട്രോക്ക് നമ്മൾക്ക് വരികയാണെന്നുണ്ടെങ്കിൽ അത് വന്നു കഴിഞ്ഞാലുണ്ട മോർബിഡിറ്റി വളരെ കൂടുതലാണ്. ഇപ്പോൾ ഒരാൾക്ക് ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ ഒരാളുടെ ഒരു സൈഡ് സ്തംഭിച്ചു പോവുക, അല്ലെങ്കിൽ സംസാരശേഷി നഷ്ടപ്പെടുക, അയാൾക്ക് ഞാൻ ഈ പറഞ്ഞ കണക്ക് രക്തോട്ടം പുനഃസ്ഥാപിക്കുന്നതിനുള്ള ചികിത്സ നമുക്ക് കൃത്യസമയത്ത് നൽകാൻ സാധിച്ചില്ല എന്നുണ്ടെങ്കിൽ അയാൾക്ക് ആ ഡെഫിസിറ്റ് ഈ പെർമനൻ്റ് ആയിട്ട് നിൽക്കും. ഒരു സൈഡ് സ്തംഭിച്ചത് അതേ കണക്ക് നിൽക്കും, അല്ലെങ്കിൽ കാഴ്ചശക്തി പോയത് കംപ്ലീറ്റ് ആയിട്ട് അത് അതേ കണക്ക് നിൽക്കും, അല്ല സംസാരശേഷി പോയത് അതേ കണക്ക് നിൽക്കും. അത് നമ്മൾ ഈ സ്ട്രോക്ക് അങ്ങനെ ഒരു വ്യക്തിയുടെ ജീവിതത്തിൻ്റെ കംപ്ലീറ്റ് ആയിട്ട് താളം തെറ്റിക്കും. അത് വ്യക്തിയുടെ മാത്രമല്ല കുടുംബത്തിൻ്റെ തന്നെ താളം തെറ്റിക്കുന്നതിനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് സ്ട്രോക്ക് ഒരു മെഡിക്കൽ എമർജൻസിയാണ്. അപ്പം ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ സ്ട്രോക്കിൻ്റെ എന്തെങ്കിലും സിംറ്റംസ് നമ്മളുടെ ആർക്കെങ്കിലും കാണുകയാണെങ്കിൽ നമ്മൾ എത്രയും പെട്ടെന്ന് തന്നെ സ്ട്രോക്ക് ചികിത്സിക്കുന്നതിന് ഫെസിലിറ്റി ഉള്ള സെൻറ്റർ, ഞാൻ നേരത്തെ ആ വേർഡ് വളരെ കൃത്യമായി ഉപയോഗിച്ചു, സ്ട്രോക്ക് സെൻറ്റേഴ്സ്. നമ്മളുടെ ഗവൺമെൻറ് വരെ സ്ട്രോക്ക് സെൻറ്റേഴ്സ് ഐഡൻറ്റിഫൈ ചെയ്തിട്ടുണ്ട്. നമ്മുടെ ഡിസ്ട്രിക്ട് ഹോസ്പിറ്റലുകളടക്കം സ്ട്രോക്ക് സെൻറ്റേഴ്സും അതിനുള്ള ട്രീറ്റ്മെൻറ്റിനുള്ള സജ്ജീകരണങ്ങളും നടത്തിയിട്ടുണ്ട്. നമ്മൾ കിംസ് ഹോസ്പിറ്റലാണെങ്കിലും എവിടെ ആണെങ്കിലും, ട്രിവാൻഡ്രത്താണെങ്കിൽ ശ്രീചിത്ര ട്രിവാൻഡ്രത്ത് മെഡിക്കൽ കോളേജ്, ഇങ്ങനെയുള്ള സെൻറ്റേഴ്സിലെല്ലാം ഇതിനുള്ള ഞാൻ ഈ പറഞ്ഞ കണക്കുള്ള IV ത്രോംബോലൈസിസിനും മെക്കാനിക്കൽ ത്രോംബക്ടമിക്കും ഒക്കെ ഉള്ള ഫെസിലിറ്റീസ് ഉണ്ട്. നമ്മൾ ഇങ്ങനെയുള്ള സിംറ്റംസ് കണ്ടാൽ ഏറ്റവും ശ്രദ്ധിക്കേണ്ടത് ആ ഗോൾഡൻ പീരീഡിൽ ടൈം ഈസ് ബ്രെയിൻ എന്ന് ഞാൻ നേരത്തെ
സൂചിപ്പിച്ചതുപോലെ ആ ഗോൾഡൻ പീരീഡ് അല്ലെ വിൻഡോ പീരീഡിനകത്ത് ഒരു നിമിഷം പോലും നഷ്ടപ്പെടുത്താതെ ഈ ട്രീറ്റ്മെൻറ്റ് ലഭിക്കുന്ന സ്ട്രോക്ക് സെൻറ്റേഴ്സിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ് ഇതിനകത്ത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത്. ഇപ്പം നമ്മളിപ്പം ഒരു പേഷ്യൻ്റ് ഒരു സ്ട്രോക്ക് അഥവാ പക്ഷാഘാതത്തിൻ്റെ സിംറ്റംസ് ആയിട്ട് ഹോസ്പിറ്റലിൽ എത്തിയാൽ ഇമ്മീഡിയറ്റ് ആയിട്ട് തന്നെ അവർ ബ്രെയിനിൻ്റെ സ്കാൻ ചെയ്യും. അത് CT സ്കാൻ വിത്ത് CT ആൻജിയോ അല്ലെങ്കിൽ MRI ബ്രെയിൻ വിത്ത് MR ആൻജിയോ ആണ് ചെയ്യുന്നത്. അതായത് ബ്രെയിനിൻ്റെ സ്കാനും ബ്രെയിനിലേക്കുള്ള രക്തക്കുഴലുകളുടെ സ്കാനും. ഇത് ചെയ്യുന്നതിന് വളരെ കുറച്ച് സമയമേ ആവശ്യമുള്ളൂ. ഇത് ചെയ്തു കഴിഞ്ഞാൽ ഉടനെ തന്നെ നമുക്ക് തലച്ചോറിൽ ഏത് രക്തക്കുഴലുകളിലാണ് ബ്ലോക്ക് എന്നുള്ളത് തിരിച്ചറിയാൻ പറ്റും. ഇപ്പം ചെറിയ രക്തക്കുഴലുകളിലുള്ള ബ്ലോക്ക് ആണെങ്കിൽ മെജോറിറ്റി ഓഫ് ദി സ്ട്രോക്കും വിൽ ഇംപ്രൂവ് വിത്ത് ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ IV ത്രോംബോലൈസിസിൽ ഇംപ്രൂവ് ചെയ്യും. പക്ഷേ വലിയ രക്തക്കുഴലുകളിലാണ് അടവുണ്ടെങ്കിൽ ചില പേഷ്യൻസ് നമ്മൾ ഈ IV ആയിട്ട് ത്രോംബോലൈസിസ് ചെയ്താലും രക്തക്കട്ട അലിഞ്ഞു പോകണമെന്ന് നിർബന്ധമില്ല. അങ്ങനെയുള്ള പേഷ്യൻസിനും നമുക്ക് മെക്കാനിക്കൽ ത്രോംബക്ടമി കൊണ്ട് അവരെ സേവ് ചെയ്യാൻ പറ്റും. എല്ലാവരും ഈ സ്ട്രോക്ക് അഥവാ പക്ഷാഘാതം എന്ന് പറയുന്നത് ഒരു മെഡിക്കൽ എമർജൻസി ആണെന്നുള്ളതും അത് എത്രയും പെട്ടെന്ന് ഹോസ്പിറ്റലിൽ എത്തിച്ച് ചികിത്സിക്കേണ്ട ഒരു മെഡിക്കൽ എമർജൻസി ആണെന്നുള്ളതും സ്ട്രോക്ക് ഒരു പൊട്ടൻഷ്യലി ട്രീറ്റബിൾ ഡിസീസ് ആണെന്നുള്ളതുമായ മെസ്സേജാണ് എല്ലാവരിലേക്കും എത്തിക്കാൻ ശ്രമിക്കുന്നത്. താങ്ക് യു.